ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാടുകളിൽ നിന്ന് ഇവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനും ഉണ്ട്, അനിയത്തിയുണ്ട്, ചന്തു എവിടെ പോയി? ചന്തു ഇവിടെ വരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മലയ്ക്ക് മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ്. ഫുള്ള് കാഴ്ചകളുടെ ഒരു കേദാനം. അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഫുള്ള് നല്ല രസമുണ്ട്. യെസ്, വി ആർ ഗോയിങ് ടു ദി പ്ലേസ്. നമ്മൾ ഒരിടത്തും കിട്ടൂല. അപ്പോൾ നാടുകാണി നമുക്ക് അവിടെ നമ്മൾ വണ്ടി വെച്ച പ്ലേസിൽ നിന്ന് കിടന്ന് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പ്ലേസ് ഉണ്ട്. അതിന് നടന്ന് പോകാൻ പറ്റിയ പ്ലേസ് ഉണ്ട്. നമ്മളെ കൂടെ എന്നുള്ളത് അപ്പൂസുണ്ട്, അജിനുണ്ട്, രണ്ടുപേരും നടക്കുന്നു. ചന്തു ഉണ്ട്. ഇതെൻ്റെ അനിയത്തി. ചെറുക്കൽ യെസ്, കുറേ ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും മുകളിലെത്തിയതിന് ശേഷം ഇവിടെ നിന്ന് പയ്യെ താഴോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നല്ല വ്യൂ ഉള്ള പ്ലേസ് ഉണ്ട്. എവിടെ? അത് ആ സൈഡ്, അത് അപ്പർ സൈഡല്ലേ? യെസ്, എവിടെ നിന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാൻ പറ്റുന്നത്. അങ്ങാണ് കടലായിട്ട് വരുന്നത്, അങ്ങ് ആ ഭാഗം. കടലിൽ ചെറുതായിട്ട് ചന്തു കണ്ട്, ക്യാമറ കണ്ണുകളിലൂടെ കണ്ട്. സിറ്റി വാ. എടാ, നമുക്ക് എല്ലാം കൂടെ റീൽസ് ചെയ്താലോ? റീൽസ് ചെയ്യാമേ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഒരു മെയിൻ ലൊക്കേഷനിലാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വരുന്നവർ മിസ് ചെയ്യാൻ പാടില്ല ഈ പൂക്കളെ. കണ്ട, നല്ല രസമുള്ള കുറച്ച് പൂക്കളുണ്ട് ഇവിടെയൊക്കെ. കണ്ട, നല്ല രസമുണ്ട്. കണ്ട, ഈ പൂക്കൾ നിറച്ച് ഇവിടെ ഉണ്ട്. കണ്ട, ഇങ്ങനെ വരിയായിട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്റ്റാണ് ഇവിടെ കാണുന്ന ഈ ഒരു കണ്ട, ജസ്റ്റ് ഇതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ അടിപൊളി മരം നിൽപ്പുണ്ട്. ലാസ്റ്റ് നമ്മൾ പണ്ട് ഇവിടെ നിന്ന് കുറേ മെമ്മറീസ് ഉണ്ട് ഈ മരത്തിൻ്റെ. പിന്നെ അവിടെ നമ്മളെ കൂടെ വന്ന പിള്ളേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു പുൽമേട്, ഇത് കുറച്ചുകൂടെ നല്ല വെള്ളമുള്ള സമയത്ത് ഇവിടെ നല്ലൊരു കാണാൻ നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന പ്ലേസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെന്നറിയില്ല, പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. മഴയില്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. കണ്ട, ആ പ്ലേസിൽ ഞാൻ നിൽക്കുമ്പോൾ ഉള്ള ഭംഗിയുണ്ട്. അമ്പോ, ചരക്കി വിടാൻ പോയത്. തിരിച്ച് ഇവിടെ നിന്ന് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴി തിരിച്ച് സൈഡിൽ കൂടെ ഞാൻ വന്നു. കുറച്ചുകൂടെ ഡീപ്പായിട്ട് കണ്ട ഫീൽ ചെയ്യും. ഈ താഴ്വാരം കണ്ട, ഇവിടെ നിന്ന് ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ കണ്ട, അടിപൊളിയല്ലേ? യെസ്, കണ്ട, ഈ മലനിരകളിലൂടെ വരുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കൊക്ക പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ട, ഈ വീഡിയോ കാണുമ്പോൾ. ഹായ്. ഫ്രണ്ട്സ് വേണ്ട, നമുക്ക് അവിടെ അത് മഴ തന്നെ. ഫ്രണ്ട്സ് വേണ്ട, അങ്ങ് അവിടെ മഴ പെയ്തുകൊണ്ട് വരികയാണ്. ആ ഒരു ഏകദേശമുള്ള എത്ര ഏരിയയിൽ മഴ പെയ്യുന്നു. ചന്തു ശാസ്ത്രജ്ഞനാണ് കണ്ണു നോക്കിക്കൊണ്ടിരിക്കുന്നത്. വായിൽ വേറെ
ചന്തുവിൻ്റെ ഭാര്യയുടെ ഓഫീസിൽ മഴയില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് ചന്തുവിനുമായിട്ട് ഞാൻ നടന്നു പോവുകയാണ്. ചന്തു ഇവിടെ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ചന്തു ഇവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചന്തുവിൻ്റെ കൂടെ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൊക്കയാണ് ഫ്രണ്ട്സ്, നല്ല താഴോട്ടുണ്ട്. ചന്തു ഇവിടെ പേടിയില്ലാതെ നിൽക്കുകയാണ്. ചന്തുവിൻ്റെ കണ്ടായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാടുകാണി മലയിലെത്തി. ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് മടങ്ങുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ ഇവിടെ ഒരു സൈഡിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് മലയിൽ പോകാം. മലയിൽ നമ്മൾ പോയി അതിന് ശേഷം നമ്മൾ അടുത്ത് മുകളിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാ അങ്ങ് താഴേക്ക് ഇവിടെ രാത്രി ലൈറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് ഞാൻ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, നാടുകാണി മല. ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം അങ്ങോട്ട് പ്രവേശിക്കാനുള്ളത്. പിന്നെ അതാ ഇവിടെ നിറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ട്. പൂക്കൾ. പിന്നെ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം, നാടുകാണി മലയിലെ ക്ഷേത്രം. ഒരു മണിയുണ്ട്. ഇതാ പിന്നെ കണ്ട അതാ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മലയെല്ലാം കാണാൻ പറ്റും. കണ്ടോ, അങ്ങ് നമ്മുടെ സഖ്യപർവ്വത മലനിരകളെല്ലാം അടിപൊളിയായിട്ടൊരു ലെയർ പോലെ ഏറ്റവും ഹൈറ്റിലെത്തുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് മുകളിലും കണ്ട മലനിരകളുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് എല്ലാം കാണാൻ പറ്റുന്നത്. അവിടെ കീ അടിച്ച് തുടങ്ങി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് മഴയായതുകൊണ്ടാണ്. ഇതാ പോകണം. ഓക്കെ, ഇതാ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, കണ്ട ഇത് ഫസ്റ്റ് ഇവിടെ വന്ന് എൻ്റർ ആവുന്ന പ്ലേസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ തിരിച്ചിവിടെ നിന്ന് ഇറങ്ങിയാണ്. മലയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴുള്ള വ്യൂ പൊളിയാണ്. നാടുകാണി മലയുടെ ഏകദേശമുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് മാറുന്നത്. ഇവിടെ നമുക്ക് 2-3 മലയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ചന്തു, അപ്പു എല്ലാവരും എത്തിയിട്ടുണ്ട്. അയ്യോ, ഓഫീസിൽ എങ്ങനെ പോണ ബാക്ക് കിട്ടുമോ? ഡൗട്ടാ. ഞാൻ സ്റ്റാർട്ടല്ല, നിങ്ങൾ ഇറങ്ങാം. അല്ലാതെ ഒരുമിച്ച് പോയാൽ ചിലപ്പോൾ സീനാ അവിടെ. അല്ലടാ, 2 പേരും ഇടിക്കാൻ ചെറുക്ക് ചിലപ്പോൾ കൊണ്ട് സ്റ്റാർട്ടായി പോലെ നമുക്ക്. ഇറങ്ങി വരണോ? ഇറങ്ങി വരണോ? ഇറങ്ങാന്ന് കാല് വയ്യ എല്ലാം തള്ളിയിട്ടിട്ട് ചെറുക്കിടാ കൊണ്ട്. ഞാൻ വന്ന് വീട്ടിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. വരുമ്പോൾ വേറൊരു പ്രകൃതിയാണ്. കുറച്ചുള്ള സമയം കഴിയുമ്പോഴും തണുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. കാഴ്ചകളുണ്ട് അവിടുന്ന് മാറുന്നുണ്ട്. 2 സൈഡും കുറച്ചുകൂടെ ഒരു പ്രത്യേക ബ്യൂട്ടിയായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടുകാണി മലയുടെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഏകദേശം വഴികളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ നിന്ന്. ഓക്കെ, അപ്പം കട്ടക്ക് നാടുകാണി മല അല്ലെങ്കിൽ വിമാനമല്ലല്ലോ, ഇവിടെ വിജ്ഞാൻ കോളേജിൽ നിന്ന് ലൊക്കേഷൻ അടിച്ച് വന്നു കഴിഞ്ഞാൽ വിജ്ഞാൻ കോളേജിനെ കാണിച്ചു നമ്മൾ വീഡിയോയിൽ. വിജ്ഞാൻ കോളേജിന് അവിടെ മുന്നോട്ട് വരുന്ന വഴിയാണ്. ഇവിടെ നിന്ന് ഈ സൈഡിൽ ഈ ഒരു വഴിയൊക്കെ കച്ചു പിടിച്ചാൽ വേറെ സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാടുകാണിയൊക്കെ എല്ലാം പോയിട്ടുണ്ട്. ഞാനും അനിയത്തിയും അപ്പൂസും കുഞ്ഞുവനും ചന്തു എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? പൊളിയല്ലേ? യെസ് യെസ്. ഓ യെസ്. ഓക്കെ, അപ്പം ബൈ ബൈ.